ചെകുത്താൻ മോഹൻലാൽ ഇഷ്യൂ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഡിസ്കഷൻ നടന്നതുകൊണ്ട് സൂരജ് പാലാക്കാരന്റെ അറസ്റ്റ് അങ്ങനെ ആരും മൈൻഡ് ചെയ്തില്ല. ഇന്നലെ സൂരജ് പാലാക്കാരൻ അറസ്റ്റിൽ യൂട്യൂബറുടെ അറസ്റ്റ് നടി റോഷ്ന ആൻഡ് റോസിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ അറസ്റ്റ് ചെയ്തത് പാലാരിവട്ടം പോലീസ്. അപ്പൊ സൂരജ് പാലാക്കാരന്റെ അറസ്റ്റ് എന്തിനു നടന്നു, എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം. സൂരജ് പാലാക്കാരന്റെ ആണെന്നുണ്ടെങ്കിലും ചെകുത്താന്റെ ആണെന്നുണ്ടെങ്കിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇവർ രണ്ടുപേരും വീഡിയോയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, മലയാളത്തിലുള്ള മാ പീ പാ പൂ പീം പൂം, പിന്നെ നമ്മൾ കേൾക്കാത്തതായിട്ടുള്ള പല സാധനങ്ങളും ഈ രണ്ടുപേരും ഇവരുടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വാരി വിതറാറുണ്ട്. ആ വാരി വിതറലിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ ഇതേപോലെ കേസും സാധനങ്ങളും വരും. ഓക്കെ, ഒരു ലോങ് റൺ ഇനി ഉണ്ടാവും തോന്നുന്നില്ല. ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായുള്ള ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്ത് ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ ഒരു സ്ഥാപനത്തിനെ കുറിച്ചോ എന്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, നമുക്കുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് വെക്കാം, നമ്മുടെ സംശയങ്ങൾ നമുക്ക് ഉന്നയിക്കാം, നമുക്കുള്ള എതിർപ്പ് നമുക്ക് പ്രകടിപ്പിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അതിനൊരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഇനിയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുന്നവർ പഠിക്കേണ്ട പാഠം. ഓക്കെ, അപ്പൊ സൂരജ് പാലാക്കാരന്റെ അറസ്റ്റിലേക്ക് നമുക്ക് പോവാം. തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അറസ്റ്റാണിത്. 15-ാം തീയതി പുല്ലപ്പെരിയാറിനെതിരെ സൂരജ് പാലാക്കാരൻ പ്രതിഷേധം ചെയ്യുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്നുണ്ടായ അറസ്റ്റ്. യുവനടിക്കെതിരെ മോശം ഭാഷയിൽ വീഡിയോ ചെയ്തെന്നാണ് സൂരജ് പാലാക്കാരനെതിരായ പരാതി. KSRTC ഡ്രൈവർ യദുവിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് നടിക്കെതിരെ സൂരജ് വീഡിയോ ചെയ്തത്. തനിക്ക് നീതി ലഭിക്കണമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്നും പരാതിക്കാരി പറഞ്ഞു. എന്നെ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ലൈംഗിക പരാമർശം നടത്തിക്കൊണ്ടുള്ള കണ്ടന്റ് വന്നതിന്റെ ബേസിലാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. എന്തും സ്ത്രീകളെ പറഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാൽ അല്ലെങ്കിൽ കുറേ കണ്ടന്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ട് സ്ത്രീകളെ ആക്ഷേപിച്ച് എന്തും പറയാം എന്നുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു കേസിലേക്ക് പോയത്. സ്ത്രീകളെന്നല്ല, ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അതിനടിയിൽ കമന്റ് ഇടുമ്പോഴോ എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു തെറി വിളിക്കാറുണ്ട്. അത് എന്നെ തെറി വിളിച്ച് വളരെ മോശമായി പറയുമ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മളായിട്ട് കയറിയിട്ട് ചൊറിഞ്ഞ് മറ്റേ പരിപാടി, ആ പരിപാടിയോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഇപ്പോൾ ഈ ചെകുത്താനാണെങ്കിലും സൂരജ് പാലാക്കാരനാണെങ്കിലും കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അവർ ആ കണ്ടന്റിനൊരു ത്രോ കിട്ടാനായിരിക്കാം ചിലപ്പോൾ ഈ കൈൻഡ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഈ കേസിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂരജ് പാലാക്കാരൻ ചെയ്ത വീഡിയോക്കകത്ത് ഈ നടിയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രൊവോക്കിംഗ് പോയിന്റ് വരാൻ കാരണം ഇവിടെ റോഷ്ന ആൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. ഇവൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ചാടി ഇറങ്ങി വന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കമ്മി കളി കളിച്ചു എന്നുള്ള രീതിയിലുള്ള സംസാരം, അതിൽ തന്നെ കുറേ മോശമായിട്ടുള്ള സാധനങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടാണ് സൂരജ് പാലാക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബേസ് തുടങ്ങുന്നത് ആര്യ രാജേന്ദ്രൻ മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായ ടൈമിൽ ഈ പറഞ്ഞ റോഷ്ന ആൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ അവർ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേ സെയിം KSRTC ഡ്രൈവറായിട്ടുള്ള യദുവിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരു മോശം സിറ്റുവേഷനെ കുറിച്ചിട്ട് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ് കൊടുത്ത് ബസ്സിൻ്റെ ഫോട്ടോ അടക്കം വെച്ച് അവർ ചെയ്യുന്ന യാത്രക്കിടയിൽ ബസ് ബാക്കിൽ വന്ന് ഹോൺ അടിച്ചതും ഇവർ തിരിച്ച് ബസ്സിൻ്റെ ബാക്കിൽ പോയി ഹോൺ അടിച്ച സമയത്ത് ബസ് നടു റോട്ടിൽ നിർത്തിയിട്ട് ഏതും ഇറങ്ങി വന്ന് ഇവരെ വളരെ മോശമായ രീതിയിൽ നടു റോട്ടിൽ വെച്ച് തെറി വിളിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പിന്നെ അവർ ഒഫീഷ്യൽസിനെ അറിയിച്ചു. പിന്നെ അത് അവിടെ അങ്ങനെ സെറ്റിൽ ഡൗൺ ആയിപ്പോയി. പിന്നെ മേയറുമായിട്ടുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ കണ്ട ടൈമിലാണ് യദുവിനെ ഇവർ തിരിച്ച് റെക്കഗ്നൈസ് ചെയ്തതെന്നും ആ റെക്കഗ്നൈസ് ചെയ്തതിനെ തുടർന്നിട്ട് ഇവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഇവർ വിത്ത് പ്രൂഫ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവർ പോസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത് കണ്ട് അതന്ന് ന്യൂസായിരുന്നു, ഒരുപാട് പേരത് ഡിസ്കസ് ചെയ്തു. ഈവൺ അവരത് ലൈവിലും വന്ന് പറഞ്ഞു. അതായത് ഇതിൽ രാഷ്ട്രീയമില്ല. അവരവരുടെ പോസ്റ്റിലും കൃത്യമായിട്ട് എഴുതിയിരുന്നു. അവരിട്ട വീഡിയോയിലും അവർ പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയം കാണരുത്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ യാത്ര ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്
ഞാൻ ഷെയർ ചെയ്യുന്നു. അത് വേറൊരു ലേഡിക്ക്, മേയർക്കാണെങ്കിലും ഇനി വേറെ ഏത് ലേഡിക്കാണെങ്കിലും, ഒരു ലേഡിക്ക് ഈ പറഞ്ഞ ഡ്രൈവറെ കയ്യിൽ നിന്ന് ഇത്ര മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് കണ്ടപ്പോൾ എനിക്കും ഇത് ഉണ്ടായിട്ടുണ്ടല്ലോ ഈ വ്യക്തിയിൽ നിന്ന് എന്നുള്ളത് എനിക്ക് ഷെയർ ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നാളെ ഇയാൾ വേറെ ആളെടുത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിക്കാണ് ഞാനിത് ചെയ്യുന്നത്. ആൻഡ് വിത്ത് പ്രൂഫാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞ് തന്നെയാണ് അവരന്നത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. അതിനുശേഷം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ കുറച്ച് നേരം മുൻപേ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. സോ ഞാൻ ഈ ഒരു വാർത്ത ബേസിക്കലി ഞാൻ എത്ര കാലത്തിന് ശേഷമാണ് ഒരു ലൈവ് തന്നെ വരുന്നത്. ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല എൻ്റെ പേജ് വഴിയോ ഒരു രീതിയിലും. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരാളല്ല. സോ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇതുപോലെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഈ യദു എന്ന് പറഞ്ഞ ഡ്രൈവറുടെ ഒരു ഫോട്ടോ കണ്ടതിലാണ് ഞാൻ സ്ട്രൈക്കായിട്ട് ഞാനിങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി തന്നെ അറിയുന്നത്. കാരണം എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കോ നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാനിങ്ങനെ ഒരു ഫോട്ടോ കണ്ടതിന്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇത് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത്. കാരണം എനിക്കിപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല ഇത്. ഇതെനിക്ക് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിൽ ഉണ്ടായൊരു ഇഷ്യൂ ആണിത്. ഈ സെയിം ഡ്രൈവർ തന്നെയാണ് നമുക്കങ്ങനെ ആരോടൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഒന്നുമില്ല. നമ്മൾ സാധാ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന പോലെ തന്നെ പോകുന്ന ഒരു ഇതുമില്ല ആരോടും. അപ്പോൾ യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, എനിക്കുണ്ടായ ഒരു വിഷയം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത്രയും മോശമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ബോധത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഒരു സാധാരണക്കാരി എന്ന രീതിയിൽ അയാള് ഒരു 2-3 ഹോൺ കേട്ടപ്പോഴേക്കും അയാളങ്ങ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി. അയാൾ ഉടനെ തന്നെ അയാൾ അതിനു മുന്നേ എന്നോട് അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വണ്ടി ഓടിക്കുന്നതിന്റെ ബാക്കിലും ഹോൺ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത്രയും യാത്രക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് അത്രയും തിരക്കുള്ള ഒരു വഴിയിൽ സ്ലോ മൂവിങ് ആയതിന്റെ നടുവിൽ കൊണ്ടേ നിർത്തിയിട്ട് നമ്മളെ ചീത്ത പറയാൻ ഇറങ്ങി വരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സോ എന്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിന് വേറെ തെളിവൊന്നും ഇപ്പൊ അയാള് തെറി പറയുന്നൊന്നും എനിക്കിങ്ങനെ എടുത്തു വെക്കാനൊന്നും പറ്റില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി വെറുതെ അപഖ്യാതി ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. സോ നോർമലായിട്ട് ഉള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെ ആ ഒരു രീതിയിലേ എടുക്കാൻ പാടുള്ളൂ. ഇവർ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇവർക്കിതിൽ രാഷ്ട്രീയമല്ല ഇവരുടെ ഇന്റൻഷൻ. ഇവർക്കുണ്ടായ എക്സ്പീരിയൻസ് പബ്ലിക് അറിയുക. ഈ പറഞ്ഞ യദു എന്ന് പറഞ്ഞ KSRTC ഡ്രൈവർ ഇതേപോലുള്ള പരിപാടി ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ആ ടൈമിലുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം, യദുവിനെതിരെ ഒരുപാട് പേര് ഇതേപോലെ വളരെ മോശമായ ബിഹേവിയറിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഈ പറഞ്ഞ റോഷ്ന ആൻ്റെ കേസാണെങ്കിലും അവിടെ അന്നേ ദിവസം യദു ഓടിച്ച KSRTC ബസ്സിൻ്റെ കണ്ടക്ടർ അടക്കം മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായ രീതിയിൽ നടു റോട്ടിൽ ബസ് നിർത്തിയിട്ട് ഈ പറഞ്ഞ റോഷ്ന ആനോട് ഈ യദു വളരെ മോശമായി സംസാരിച്ചു എന്നുള്ളത് ഇവർ പ്രൂഫ് അടക്കം ഫേസ്ബുക്കിൽ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് അന്നേ ദിവസം ഈ യദു ആയിരുന്നു എന്നുള്ളത്. യദു തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പല ചാനലുകളിലും വന്നിട്ട് മാറ്റിയും മറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി, അന്ന് റൂട്ടിൽ ഞാൻ പോയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഇവർ കൃത്യമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അവരിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ വണ്ടിയാണ് ഓടുന്നത്, കുന്നംകുളം വരെ പോവില്ല തൃശ്ശൂർ വണ്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണോ? അത് എനിക്കറിയത്തില്ലേ. അപ്പൊ ആ സമയത്ത് ഈ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള ട്രിപ്പിൽ പോവാറുണ്ടായിരുന്നോ? ഞാന് നിലമ്പൂര് വഴിക്കടവാണ് നേരത്തെ ഓടിക്കൊണ്ടിരുന്നത്. ആദ്യം കേറിയ സമയത്ത് കോയമ്പത്തൂരും നിലമ്പൂർ വഴിക്കടവാണ് ഓടിക്കൊണ്ടിരുന്നത്. പക്ഷെ നിലമ്പൂർ വഴിക്കടവ് അതുവഴി വരുന്ന വണ്ടിയാണ്, കുന്നംകുളം വഴിയാണ് വരുന്നത്. അപ്പൊ നിലമ്പൂർ വഴിക്കടവ് റൂട്ടിൽ ഏതു വാഹനം ഓടിച്ചിട്ടുണ്ട്? ഇത് ഫോണിൽ ഡേറ്റ അറിയാൻ പറ്റും. ഫോണിൽ ഈ പിക്ചറിന്റെ ഡീറ്റെയിൽ എടുത്ത് കഴിഞ്ഞാൽ ഡേറ്റ് സമയവും എപ്പോഴാണെന്നും
ഒക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. അവരത് എടുത്ത് കാണിക്കട്ടെ, എടുത്ത് കാണിച്ചാലും നമുക്കറിയാം. അത്രയും കാലം നിങ്ങൾക്ക് എത്ര രൂപ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വയ്യാത്തോണ്ട് ആരെങ്കിലും പൈസ നിങ്ങൾക്ക് എത്ര രൂപ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വയ്യാത്തോണ്ട് ആരെങ്കിലും പൈസ അങ്ങനെയൊന്നും പറയല്ലേ. അതല്ല, അവര് ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. യദു എന്ന് പറഞ്ഞ ഡ്രൈവർ അന്നേ ടൈമിൽ, അതായത് ഈ ഇൻസിഡൻസ് നടന്ന ടൈമിൽ തന്നെ രണ്ട് കാര്യവും മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട്. റോഷ്ന ആൻ പറഞ്ഞ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. പിന്നെ അന്നേ ദിവസം ഞാൻ തന്നെ ആയിരിക്കാം പോയത് എന്ന് പറയുന്നു. പിന്നെ ഫോട്ടോ എടുത്ത ദിവസത്തിന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതും അവർ പോസ്റ്റ് ചെയ്യുന്നു. അവർ കൃത്യമായ തെളിവുകൾ വെച്ചിട്ടാണ് അവർക്ക് ഉണ്ടായ ഒരു മോശം ഇൻസിഡന്റ് ഈ പറഞ്ഞ മേയർക്കും ഇതേ ഡ്രൈവറെ ഉണ്ടായപ്പോൾ അത് കണ്ടപ്പോൾ അതിലവർ റെസ്പോണ്ട് ചെയ്തത്. ഇത് വെരി ക്ലിയർ ആണ്. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊരു എന്താ പറയുക കമ്മിസ് എലമെന്റോ അല്ലെങ്കിൽ ഇതിനകത്തൊരു രാഷ്ട്രീയ എലമെന്റോ കയറ്റി കൊണ്ടുവരേണ്ട ആവശ്യം വിസിബിളി ഇല്ല. ഈ നടി കൃത്യമായിട്ട് അവർക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെ ഷെയർ ചെയ്തൊരു പോകും. കാരണം നമുക്കൊക്കെ അങ്ങനെയാണ്. ചിലർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ പറയാൻ പറ്റിയെന്ന് വരില്ല. അതേ പ്രവൃത്തി, അത്രത്തോളം മോശമായ പ്രവൃത്തി ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ചെയ്യുമ്പോൾ അവരത് റെസ്പോണ്ട് ചെയ്ത് അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് പറയും, എനിക്കും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഈ ലേഡി വന്ന് പറയുന്നത്, എനിക്കുണ്ടായ സിറ്റുവേഷൻ അല്ലെങ്കിൽ എനിക്കുണ്ടായ മോശം എക്സ്പീരിയൻസ് ഈ KSRTC ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഇതാണ്. ഇതിനെ തുടർന്നിട്ട് അവർക്ക് ഒരുപാട് സൈബർ അറ്റാക്ക്, അവരുടെ രാഷ്ട്രീയം വെച്ച് നോക്കിയിട്ട് അവരൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, അത് വെച്ചിട്ട് അവരുടെ പ്രീവിയസ് പോസ്റ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർക്കെതിരെ ഒരുപാട് കമൻസും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. കൂട്ടത്തിലാണ് ട്രൂ TVയിൽ സൂരജ് പാലാക്കാരൻ്റെ വീഡിയോ വരുന്നത്. അപ്പം ആ വീഡിയോക്കകത്ത് സൂരജ് പാലാക്കാരൻ ലിറ്ററലി ഈ ലേഡിയെ വലിച്ചു കീറി ഒട്ടിക്കാനുണ്ടായത്. ഓക്കെ, വലിച്ചു കീറി ഒട്ടിക്കാനുണ്ടായത്. അപ്പം അതിൻ്റെ പേരിലാണ് സൂരജ് പാലാക്കാരൻ ഈ ഒരു കേസ് വന്നിട്ടുള്ളത്. ഇനി സൂരജ് പാലാക്കാരൻ ഈ ലേഡിയെക്കുറിച്ച് പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്ത് സൗണ്ട് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ, വീഡിയോ ഞാൻ വെക്കുന്നില്ല. CPM എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാവുന്നുവോ അപ്പോഴെല്ലാം എവിടെ നിന്നെങ്കിലും കുന്നേൽ ശാന്തമാർ ഇതുപോലെ പ്രത്യക്ഷപ്പെടും. മുണ്ടുമുറുക്കി ചുണ്ടുമുറുക്കി ചോപ്പിച്ചോദിരിക്കുന്ന കുന്നേൽ ശാന്ത CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവന് ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കുന്നു. പാർട്ടി ഓഫീസുകളിൽ നിന്നും മാർക്സിന്റെയും എംഗൽസിന്റെയും നമ്പൂതിരിപ്പാടിന്റെയും പടങ്ങൾ എടുത്തു മാറ്റി നാട്ടിൽ അറിയപ്പെടുന്ന ഇതുപോലുള്ള കുന്നേൽ ശാന്തമാരുടെ പടങ്ങൾ ചില്ലിട്ട് വെക്കേണ്ടി വരും. ഓരോ പാർട്ടി അനുഭാവിയുടെ വീട്ടിലും രശ്മി നായരേട്ടത്തിയുടെയും പടങ്ങൾ വെച്ച് എഴുതി വെക്കണം, സഖാക്കളെ ഇവർ ഈ വീടിന്റെ ഐശ്വര്യം. SFIയിലേക്ക് ആളെ ചേർക്കുമ്പോൾ കുട്ടി സഖാത്തികളിൽ നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങണം. സഖാക്കളെ, പാർട്ടിക്കൊരാവശ്യം വരുമ്പോൾ പാർട്ടിയിൽ ആർക്കെങ്കിലും എതിരെ ആണൊരുത്തൻ നെഞ്ചു വരിച്ചിതുപോലെ പറയുമ്പോൾ അവനെതിരെ അരയും തലയും മുറുക്കി തുണിയഴിച്ച് ഞങ്ങൾ കുന്നേൽ ശാന്തമാരായി ഉറഞ്ഞു തുള്ളി രംഗത്ത് വരുമെന്ന്. എന്താണല്ലേ പണ്ടത്തെ പോലെ യുദ്ധങ്ങളിൽ എതിരാളികളെ നേരിടാൻ മുന്നിൽ സ്ത്രീകളെയും കുട്ടികളെയും കവചം തീർത്തിരുന്നുവെന്ന് ആ ഗതികെട്ട അവസ്ഥയിലായിരിക്കുന്നു നമ്മുടെ CPM. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും കുന്നേൽ ശാന്ത എന്നും പറഞ്ഞ് മുണ്ട് മുറുക്കിയും മറ്റേ മുറുക്കി ചുവപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ വേറൊരു ആംഗിളിലേക്ക്, ഓക്കെ, വളരെ ഒരു വൾഗർ ആംഗിളിലേക്ക് പറഞ്ഞ് ചെന്നതാണ് ഇപ്പോൾ റോഷ്ന ആൻ കൊടുത്ത പരാതി ഈ പറഞ്ഞ സൂരജ് പാലാക്കാരൻ്റെ തലയിൽ വിനയായി അറസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മളൊരു കണ്ടന്റ് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആ കണ്ടന്റിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ ആ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട, ആ കണ്ടന്റിലുള്ള ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെയോ മോശം വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ് സാധനങ്ങൾ കൊണ്ടോ വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തി ചെയ്യണം, മനസ്സിലായോ? ഒരു ചെറിയ കുട്ടിയെ എന്തെങ്കിലും വൃത്തികേട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വളരെ കൊടൂരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തതോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കൊടും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ഒരാളെ നമുക്ക് എന്ത് ചെയ്യാം, വായ തോന്നിയത് വിളിച്ച് പറയാം. ഇവിടെ ആരും അതിനെന്ത് ചെയ്യില്ല, ഒരു കേസോ സാധനമായിട്ട് പോവില്ല. പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ഒരു വ്യക്തി ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു,
ആ പറഞ്ഞ കാര്യത്തിൽ വളരെയധികം വ്യക്തതയുണ്ട്. അതിലെ രാഷ്ട്രീയം നോക്കിയിട്ട് ആ വ്യക്തിയെ കൊണ്ടുവന്ന് വെച്ച് അവരെ വേറൊരു രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി, എസ്പെഷ്യലി ഇതൊരു ലേഡി കൂടി ആകുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ഇതിന് മുമ്പ് സൂരജ് പാലക്കാരന് പണിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൂരജ് പാലക്കാരനാണെങ്കിലും ചെകുത്താനാണെന്നുണ്ടെങ്കിലും ഇനി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടന്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു വിഷയമില്ല. കണ്ടന്റ് ചെയ്തോ, നമുക്കൊക്കെ കണ്ടന്റ് ചെയ്യാം, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ചെയ്യുന്ന ടൈമിൽ പറയാനുള്ള കാര്യങ്ങൾ വൃത്തിക്ക് പറയുക. ആ പറയുന്ന സമയത്ത് ഒരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യുക. സംശയങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ സംശയങ്ങൾ ഉന്നയിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക. പക്ഷേ എപ്പോഴും കീപ്പ് ഇൻ മൈൻഡ് നല്ലൊരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ മലയാളത്തിൽ കുറേ വാക്കുകളുണ്ട്, അതിലെല്ലാം ഞാൻ വാരി വെതറുന്നാണെന്നുണ്ടെങ്കിൽ ചെകുത്താനെ പോലെയോ സൂരജ് പാലക്കാരനെ പോലെയോ പണി കിട്ടും. ഈ ചെകുത്താനാണെങ്കിലും സൂരജ് പാലക്കാരനാണെങ്കിലും പല കാര്യങ്ങൾ പറയുന്നതിലും നമുക്ക് കേൾക്കുമ്പോൾ തോന്നാറുണ്ട്, ഷോ ഇങ്ങനെ പറയുന്നത് പോയിന്റ് അല്ലേ, ഇങ്ങനെ സംസാരിക്കുന്നത് കാര്യപ്പെട്ട ഒരു കാര്യമല്ലേ എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ അതാണ് ഇവർക്ക് പണി കൊടുക്കുന്നത്. ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അതാണ് ഇവർക്ക് പണി കൊടുക്കുന്നത്. പിന്നെ ഇവർക്കൊക്കെ ഉള്ളൊരു പേഴ്സണൽ സാധനമുണ്ട്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോഴത്തേക്ക് ചെകുത്താന് തോന്നുന്നൊരു വെരി പേഴ്സണൽ ഗ്രഡ്ജ് പോലത്തെ ഒരു സാധനം. സൂരജ് പാലക്കാരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് അങ്ങേർക്ക് വരുന്നൊരു വെരി പേഴ്സണൽ സാധനം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വികാരം കൂട്ടി ഇങ്ങോട്ട് വരുമ്പോൾ പൊട്ടി പുറത്ത് വരുന്ന കുറേ വാക്കുകളുണ്ട്. അത് പണിയാണ്. ആ സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അല്ലാതെ ഇങ്ങനത്തെ ലാംഗ്വേജുകൾ യൂസ് ചെയ്ത് ഇത്രയും മോശമായ രീതിയിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ട് പോകാൻ ലേശം പാടാണ്. എന്നാണെങ്കിലും റോഷ്ന ആൻഡ് അന്ന് ഈ ഡ്രൈവർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായ തെളിവുകളുണ്ട്. അവരെ സൈബർ ബുള്ളിയിങ്ങോ അല്ലെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിലിട്ടോ വളരെ മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ അവരുടെ രാഷ്ട്രീയമല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവർക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അവരെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സൂരജ് പാലക്കാരൻ്റെ എതിരെയാണ് അവർ കേസ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നാളെ ഏതൊരാൾക്കെതിരെ അവർക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ കാര്യങ്ങൾ പറയാനുള്ളത് വൃത്തിയായിട്ട് പറഞ്ഞിട്ട് പോവാം, അതാണ് ചെയ്യേണ്ടത്.